രാജ്യത്തെ സായുധ സേനയിൽ ഒരു വമ്പൻ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ചേതക് ചീറ്റ, ധ്രുവ് ഹെലികോപ്റ്റർ, ആ ഹെലികോപ്റ്ററുകളുടെ ഒരു പ്രതിസന്ധിയാണ് ഇത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ത്യൻ സായുധ സേനകൾ മുമ്പൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള സമാനമായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ് നേരിടുന്നത്. ആ പ്രതിസന്ധി ഹെലികോപ്റ്ററുകളുടേതാണ്. 5-10 അല്ല, ഏകദേശം 330 ധ്രുവ് ഹെലികോപ്റ്ററുകൾ പറക്കാതെ വളരെ കാലമായി നിലത്ത് കിടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നിലധികം തരത്തിലുള്ള ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിനാൽ അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകൾ എന്നറിയപ്പെടുന്ന ഭാരം കുറഞ്ഞ പോൾ ഹെലികോപ്റ്ററുകളുടെ അഭാവം പല മുന്നണികളിലും തിരിച്ചടി സൃഷ്ടിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സൈനിക സേനയിൽ ALH എന്ത് പങ്കാണ് വഹിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്ററുകൾ എന്ത് പങ്കാണ് വഹിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. ഈ ഹെലികോപ്റ്ററുകൾ വൈവിധ്യമാർന്ന സൈനിക പ്രവർത്തനങ്ങൾ തന്നെയാണ് നടത്തുന്നത്. ഭാരമേറിയ വിമാനങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത വിദൂര സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ ഈ ALH ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുന്നു. സാധനങ്ങൾ എത്തിക്കുന്നതിനും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഈ ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുന്നു. ചാരവൃത്തി ദൗത്യങ്ങളും ഈ ഹെലികോപ്റ്ററുകൾ നടത്തുന്നു. ആവശ്യമെങ്കിൽ അവ യുദ്ധത്തിനും ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഇന്ത്യയിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ആണ് ഈ ALH അതായത് ഈ ലൈറ്റ് വെയ്റ്റ് ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ സായുധ സേനയ്ക്ക് 350 ചേതക് അല്ലെങ്കിൽ ചീറ്റ ഹെലികോപ്റ്ററുകൾ ഉണ്ട്. എന്നാൽ 1960കളിലും 70കളിലും യഥാക്രമം ഉപയോഗത്തിലിരുന്ന ഈ ഹെലികോപ്റ്ററുകൾ വളരെ പഴയതും ഒറ്റ എഞ്ചിൻ ഉള്ളതും ഇടയ്ക്കിടെ അപകടത്തിൽപ്പെടുന്നതുമാണ്. അതിനാൽ അവരുടെ വിടവ് നികത്താൻ 2022 ധ്രുവ് എന്ന ആധുനിക അവതാരത്തെ സൈന്യത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇരട്ട എഞ്ചിൻ കാരണം ധ്രുവ് കൂടുതൽ കാര്യക്ഷമവും വിശ്വസനീയവുമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഇന്ത്യൻ കരസേന, വ്യോമസേന, നാവികസേന, തീരസംരക്ഷണ സേന എന്നിവയുടെ നട്ടലായി കണക്കാക്കപ്പെടുന്ന ഈ ഹെലികോപ്റ്റർ നിരവധി അപകടങ്ങൾ കാരണം ഘട്ടം ഘട്ടമായി പിൻവലിക്കേണ്ടിയും വന്നിട്ടുണ്ട്. 2025 ജനുവരി 5 ഗുജറാത്തിലെ പോർബന്തറിൽ കോസ്റ്റ് ഗാർഡിന്റെ ധ്രുവ് ഹെലികോപ്റ്റർ തകർന്നതിനെ തുടർന്ന് ധ്രുവ് ഉപയോഗിക്കുന്നത് നിർത്തിവെച്ചു. ആ അപകടത്തിൽ 2 പൈലറ്റുമാരും ഒരു എയർ ക്രൂ ഡ്രൈവറും മരണപ്പെട്ടു. അതിനുശേഷം ഈ ധ്രുവ് ഉൾപ്പെടെ എല്ലാ ALH ഹെലികോപ്റ്ററുകളും നിലത്തിട്ടിരിക്കുകയാണ്. അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്ററിന് സ്വീപ്പ് പ്ലേറ്റ് ഫ്രാക്ചർ ഉണ്ടായിരുന്നിട്ടും ഇത് പൈലറ്റിന് നിയന്ത്രണം നഷ്ടപ്പെട്ടതായും അതിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപകടത്തിന് ശേഷം മറ്റ് ALH ഹെലികോപ്റ്ററുകളും സമാനമായ പരാജയത്തിന്റെ ലക്ഷണങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തി. ഇത് ഹെലികോപ്റ്ററുകൾ പറത്തണ്ട എന്ന രീതിയിലേക്ക് കൊണ്ടെത്തിച്ചു, അല്ലെങ്കിൽ നിലത്ത് തന്നെ ഇട്ടിരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിച്ചു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ സ്വാഷ് പ്ലേറ്റ്, അതായത് ഈ സ്വാഷ് പ്ലേറ്റ് ഫ്രാക്ചർ എന്താണ്, അല്ലെങ്കിൽ സ്വീറ്റ് പ്ലേറ്റ് ഫ്രാക്ചർ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇത് ഒരു ഹെലികോപ്റ്ററിന്റെ സ്റ്റിയറിംഗ് വീലാണ് ഈ സ്വാഷ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇത് പൈലറ്റിന്റെ നിയന്ത്രണ ഇൻപുട്ടുകളെ റോട്ടർ ബ്ലേഡുകളുമായി ബന്ധിപ്പിക്കുകയും ഹെലികോപ്റ്ററിന്റെ ദിശ നിർണ്ണയിക്കുകയും ചെയ്യുന്നു. ഇതിൽ 2 പ്ലേറ്റുകൾ അടങ്ങിയിരിക്കുന്നു, ഒന്ന് ഉറപ്പിച്ചതും മറ്റൊന്ന് കറങ്ങുന്നതുമാണ്. ഈ സ്വീറ്റ് പ്ലേറ്റ് നിയന്ത്രണത്തിൽ ഉണ്ടാകുന്ന ഒരു തകരാറിനെയാണ് ഈ സ്വീറ്റ് പ്ലേറ്റ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. എന്തായാലും ഈ പ്രശ്നത്തിന്റെ പരിഹാരം എന്താണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്. ഈ തകരാറിന്റെ കാരണം HALന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. പ്രശ്നം പരിഹരിക്കുന്നതിനായി ബാംഗ്ലൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ സഹായവും തേടിയിട്ടുണ്ട്. ഏപ്രിൽ അവസാനത്തോടെ റിപ്പോർട്ട് ലഭ്യമാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ സെൻസിറ്റീവ് അതിർത്തികൾ എല്ലാം തന്നെ കവർ ചെയ്യാൻ ഈ ഹെലികോപ്റ്ററുകൾ സഹായിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും ചൈനയുടെയും പാകിസ്ഥാന്റെയും അതിർത്തികളുടെ പ്രദേശങ്ങൾ നിരീക്ഷിക്കാൻ AHL വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. അതിൽ കഴിഞ്ഞ 3 മാസമായി ഇത് ഇല്ലാത്തതിനാൽ, അതായത് ഈ ലൈറ്റ് വെയ്റ്റ് ഹെലികോപ്റ്ററുകൾ ഇല്ലാത്തതിനാൽ അതിർത്തികൾ ഏതാണ്ട് വിജനമായി കിടക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സൈനിക സേനയുടെ രഹസ്യ ദൗത്യങ്ങളും ഇത് പരാജയപ്പെടുത്തുന്നതിലേക്ക് നീങ്ങുന്നുണ്ട്. തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു യഥാർത്ഥ ഹെലികോപ്റ്റർ പറത്തലിന് പകരം അവർ ഒരു സിമുലേറ്ററിൽ പരിശീലിക്കുക മാത്രമാണ് അവിടെ ചെയ്യുന്നത് എന്ന റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.